എൻ്റെ പേര് ഉഷ. കോട്ടയത്ത് ചാതാനിക്കാടാണ് എൻ്റെ സ്ഥലം. ലാബിന് സ്കിന്നിൻ്റെ പ്രോബ്ലം നന്നായിട്ടുണ്ടായിരുന്നു. ഈ 2 വർഷത്തേന് ഈ ഡോഗിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മുതുകത്തൊന്നും രോമമൊന്നും പറയുന്നേ ഇല്ലായിരുന്നു. കാരണം വാലയിലൊന്നും രോമമില്ല. വാലൊക്കെ ഒരുമാതിരി കമ്പ് പോലെ ഇരുന്നത്. പെടലിയേൽ അതുപോലെ തന്നെ അതിൻ്റെ കാലയിലും കയ്യിലും ഒന്നും രോമമില്ലായിരുന്നു. അതിൻ്റെ അകവശത്തും ഒന്നും രോമമൊന്നും പറയുന്നതേ ഇല്ലായിരുന്നു. പിന്നെ കുറേ നമ്മൾ മരുന്ന് നിർത്തി കഴിയുമ്പോൾ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനായി അങ്ങും സത്യം പറഞ്ഞാൽ മടുത്തു അങ്ങനെ ചെയ്ത് ജംബോ ഗ്രീൻ്റെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഈ സ്പ്ലാഷും അതുപോലെ തന്നെ ടിക് ഷാമ്പു പ്രോബയോട്ടിക്സ് ഈ മൂപ്പടുത്തുള്ളതിൻ്റെ അവൻ്റെ ഫോട്ടോ കൂടെ കണ്ടു കഴിയുമ്പോൾ പറയും 1.5 മാസം അയാളുടെ ഈ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് അവനുണ്ടായ മാറ്റം ആ ഫോട്ടോസിൽ നിന്ന് തന്നെ തിരിച്ചറിയാൻ മാറ്റം. അപ്പം നല്ല ചുണക്കുട്ടനായിട്ടിരിക്കുന്നുണ്ട്. 3 വയസ്സേ ആവുന്നുള്ളൂ. നല്ല ചുണക്കുട്ടനായിട്ട് ഇപ്പോൾ ഇരിപ്പുണ്ട്. കാരണം ഒരു 1.5 മാസം കൊണ്ട് ഇപ്പം അവൻ്റെ ഇതിൽ ഞങ്ങൾക്ക് വലിയ ടെൻഷനൊന്നുമില്ല. ഇപ്പം ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ ഫ്ലാഷ് അത് അലോവേറയുടെ ഇപ്പം അത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ഹെൽത്തി ആയിട്ട് സ്കിന്നൊക്കെ നല്ല അതിൻ്റെ ഹെയറൊക്കെ നല്ല ഗ്ലോ ആയിട്ട് സ്മെല്ലും ഇല്ല. പ്രത്യേകതരം ഒരു സ്മെല്ലാണ് അന്നേരം അതിൻ്റെ ബോഡിയിൽ നിന്ന് വരുന്നത്. വെള്ളമില്ലാതെ ക്ലീൻ ചെയ്യുന്നത്. കാരണം പിന്നെ വെള്ളത്തിൻ്റെ ഒരു നമുക്ക് വേറെ വെള്ളം ഉപയോഗിക്കേണ്ട കാര്യമില്ല. അന്നേരം ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നാച്ചുറൽ ഗ്ലോ ഓയിൽ നഷ്ടപ്പെടാതെ നമുക്ക് വാഷ് ചെയ്തെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ താരനെ ചെറുക്കാനായിട്ടും നല്ലതാണ്. കാരണം അതുപോലെ തന്നെ സ്മെല്ല് ഒരു 2-3 ദിവസത്തേനൊക്കെ സ്മെല്ലില്ല നിൽക്കുക. കാരണം 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അത് ഉപയോഗിക്കുമല്ലോ. അതുകൊണ്ട് 3 ദിവസത്തേനൊക്കെ ഇതുപോലെ ഇതിൻ്റെ സ്മെല്ല് ഇതിനെല്ലാം പൊതുവെ ഒരു സ്മെല്ലുണ്ടല്ലോ. ആ സ്മെല്ലൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പ്രോബയോട്ടിക്സ് ആണ് അത് ഉള്ളിലോട്ട് കൊടുക്കുന്നത്. അത് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡൈജഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. കാരണം നേരത്തെ ഫുഡ് കുറവായിരുന്നു, തീരെ കുറവായിരുന്നു ഫുഡ് കഴിക്കുന്നത്. അപ്പം നന്നായി ഫുഡ് കഴിക്കുന്നുണ്ട്. 3 നേരം ഫുഡ് കൊടുക്കുന്നുണ്ട്. 3 നേരം നന്നായിട്ട് അവൻ ഫുഡ് കഴിക്കും. കൊടുക്കുമ്പോഴൊക്കെ അവൻ കഴിച്ചോളും. നേരത്തെ ഫുഡെന്ന് പറയുമ്പോൾ ഞാൻ വായി കൊടുക്കുകയൊക്കെയായിരുന്നു നേരത്തെ. അപ്പോൾ അതൊന്നും വേണ്ട, നന്നായിട്ട് ഫുഡ് കഴിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ നാച്ചുറൽ ഓയിൽസ് പിന്നെ ഉള്ളിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. സ്കിന്നിനും കണ്ണിനും ഒക്കെ നല്ല ഗ്ലോയും കിട്ടുന്നുണ്ട്. കാരണം അവൻ്റെ ഇപ്പോഴുള്ളവരെ ഫോട്ടോസ് കണ്ടാൽ തന്നെ അറിയാം ആ മാറ്റം. നന്നായിട്ട് നല്ല മാറ്റമുണ്ട്. പുതിയ ഹെയർ ഗ്രോത്ത് ആകുന്നുണ്ട്. കാരണം രോമം മുഴുവൻ നന്നായിട്ട് പോയതായിരുന്നു. അത് പോയതെല്ലാം നന്നായി വന്നിട്ടുണ്ട്. യൂറിൻ്റെയും സ്റ്റൂളിൻ്റെയും പിന്നെ സ്മെല്ല്, കണ്ടമാനമുള്ള സ്മെല്ല് മാറിക്കിട്ടുന്നുണ്ട്. വലിയ കണ്ടമാനമുള്ള സ്മെല്ലിന് മറ്റേ യൂറിനൊക്കെ പാസ് ചെയ്യുമ്പോൾ നല്ല സ്മെല്ലായിരുന്നു. ഇപ്പം അങ്ങനത്തെ സ്മെല്ലൊന്നുമില്ല. ഡോഗിൻ്റെ ഹെൽത്തിനും നല്ല ആരോഗ്യമുണ്ട്. അപ്പം ഞങ്ങൾക്കത് അനുഭവമാണ് 1 മാസം കൊണ്ട്. ഒരു 2 വർഷത്തെ കണ്ട് അവനെ അപേക്ഷിച്ച് ഇപ്പം ഹെൽത്ത് നല്ല ഓക്കെയാണ്. കുഴപ്പമൊന്നുമില്ല, യാതൊരു പ്രശ്നവുമില്ല. അത് 7 ഗ്രാം വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം 7 ഗ്രാം വെച്ചാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് രാവിലെ ഫുഡിൻ്റെ കൂടെ കൊടുക്കും, കഴിക്കുകയും ചെയ്യും. കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇച്ചിരി പാലിനകത്തോട്ട് പാല് തിളപ്പിച്ച് ആറിച്ച് അതിനകത്ത് മിക്സ് ചെയ്തും കൊടുക്കും. കുഴപ്പമൊന്നുമില്ല, അത് കുടിക്കുകയും ചെയ്യും. ഒരു കുഴപ്പമില്ല. ടിക് ഷാമ്പൂ പിന്നെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേന് അതിനെ ടിക്കിനെ ചെറുക്കാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് നന്നായിട്ട് ഡാൻഡ്രഫിനെ ചെറുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്മെല്ല് നല്ല സ്മെല്ലുമാണ് അതിൻ്റെ. പിന്നെ അത് തേച്ച് കഴിയുമ്പോൾ മറ്റ് നമ്മൾ പിന്നെ ഇംഗ്ലീഷ് ഡോക്ടർമാർ തരുന്ന ഷാമ്പൂ ഉപയോഗിക്കുന്ന പോലെ അല്ല. അത് തേച്ച് കഴിയുമ്പോൾ തന്നെ അറിയാം. അത് ആദ്യം നല്ലപോലെ പതഞ്ഞിങ്ങനെ വന്നു കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുമ്പോഴത്തേനും ശകലം കഴിയുമ്പോഴത്തേനും നല്ല ഓയിലിയാണ് സ്കിന്ന്. നല്ല ഓയിലി സ്കിന്നായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഞാനന്നേരം ഓർക്കും ഇത് തേച്ചിട്ട് അറിയുന്ന പോലും ഇല്ലല്ലോ. അത് കഴിയുമ്പം ഒരു ശകലം കഴിയുമ്പോൾ നോക്കിയാൽ നമ്മൾ വാഷ് ചെയ്ത് നോക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഇതൊന്നും കാര്യം നല്ല ഓയിലി ആയിട്ടാണ് സ്കിന്നിരിക്കുന്നത്. നേരത്തെ എൻ്റെ സ്കിന്ന് ഡ്രൈ ആയിട്ടിരുന്ന സ്കിന്നായിരുന്നു. ഇപ്പം ഡ്രൈനെസ് ഒക്കെ മാറി ഷാമ്പു ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു 2-3 ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ പിന്നെ വാഷ് ചെയ്യുള്ളൂ. തേച്ച് നിർത്തി കഴിഞ്ഞാൽ അപ്പം നല്ല ഡ്രൈനെസ് അങ്ങ് മാറിയിട്ട് നല്ല ഓയിലി ആയിട്ടിരിക്കും സ്കിന്ന്. നല്ല ഗ്രോത്തായി നിൽക്കുന്ന ഹെയർ പോലെ തോന്നിക്കും കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ ഇതിനകത്ത് വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ സാമ്പത്തികമായിട്ട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചികിത്സയ്ക്ക് പോയി കഴിയുമ്പോഴത്തേനും ഒരുപാട് പൈസ ഞങ്ങൾക്കായതാണ്. ഒരുപാട് പൈസ. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതാണ്. അതും ഇതിനകത്ത് ഇന്നത്തെ കാലത്ത് അതും നോക്കണമല്ലോ. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതാണ് ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ വിലയും കാര്യങ്ങളും. എല്ലാ രീതിയിലും ഞങ്ങൾക്കത് നല്ലൊരു പ്രോഡക്റ്റായിട്ട് ഞങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ടിരിക്കുന്നത്.